കേരളത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ തുടർച്ചയായിട്ട് താറടിച്ച് കാണിക്കാനാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിരുദ്ധന്മാർക്ക് ഏറെ താല്പര്യമുള്ളത്. ആ വിരുദ്ധന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രതിപക്ഷം അടക്കം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ദുര്യോഗമാണ്. നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക, അതിനുവേണ്ടി പല വഴികളാണ് പലരും തേടുന്നത്. ചിലരാണെങ്കിൽ ആരോഗ്യരംഗത്തെ താറടിച്ച് കാണിക്കും, ചിലരാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ താറടിച്ച് കാണിക്കും, ചിലർ സാമ്പത്തിക രംഗത്തെ താറടിച്ച് കാണിക്കും, ചിലരാണെങ്കിൽ വ്യവസായ രംഗത്തെ താറടിച്ച് കാണിക്കും. സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും, കേരളത്തിന്, മലയാളത്തിനെ എങ്ങനെയെങ്കിലും എകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ എല്ലാ കാലത്തും ഈ ലക്ഷ്യങ്ങൾ ഓരോന്ന് തകർന്നു വീഴാറുണ്ട്. അതുപോലെ തകർന്നു വീണ ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ഇപ്പോൾ സർവകലാശാല ഒരു ഉന്നതമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ബ്രിട്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഗ്ലോബൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഈ വർഷത്തെ പട്ടികയിൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ മൂന്നാമതെത്തിയിരിക്കുകയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ കാര്യം പുറത്തുവിട്ടത്. വളരെ സുപ്രധാനമായ നേട്ടമാണ്. ഇന്ത്യയിൽ തന്നെ മൂന്നാമതാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാല ഉള്ളത്. ഈ മൂന്നാമത് പറയുമ്പോഴത്തേക്കും ഒന്നാം സ്ഥാനത്ത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്, രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട്ടിലെ സർവകലാശാലയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദക്ഷിണേന്ത്യയിലെ സർവകലാശാലയാണ് ഇപ്പോൾ 1, 2, 3 സ്ഥാനങ്ങളുള്ളത്. മാത്രമല്ല ഏഷ്യയിൽ 130 സ്ഥാനത്താണ് MG യൂണിവേഴ്സിറ്റി. ഏകദേശം 800ഓളം യൂണിവേഴ്സിറ്റികൾ പരിശോധിച്ചതിന് ശേഷമാണ് 130 സ്ഥാനം ഏഷ്യയിൽ എത്തിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ആ പോസ്റ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇട്ട പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അതിൽ മന്ത്രി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അഭിമാന നിറവിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം ലോകനെറുകയിൽ അത്യന്തം ശോഭിതമായി ഉയരുകയാണ്. 4 വർഷ ബിരുദത്തിലേക്ക് സുപ്രധാന ചുവടുവെക്കുന്ന ഈ വേളയിൽ നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാല വീണ്ടും തിളക്കം മാറുന്നൊരു നേട്ടം കൂടി സ്വന്തമാക്കിയ സന്തോഷം പങ്കുവെക്കട്ടെ. ബ്രിട്ടനിലെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഈ വർഷത്തെ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ കേരളത്തിൻ്റെ യശസ് വീണ്ടും ഉയർത്തി MG സർവകലാശാല രാജ്യത്ത് 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്തായിരുന്നാണ് ഇത്തവണത്തെ മികവ് പുലർത്തി മുന്നേറിയിരിക്കുന്നത്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും തമിഴ്നാട്ടിലെ അണ്ണാ സർവകലാശാലയുമാണ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. ഏഷ്യൻ രാജ്യങ്ങളിലെ സർവകലാശാലകളുടെ പട്ടികയിൽ ചൈനയിലെ സിൻഹുവ, പീക്കിംഗ് സർവകലാശാലകൾ തുടർച്ചയായി 5ാം തവണയും യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ നിലനിർത്തി. ഈ പട്ടികയിൽ MG സർവകലാശാല 134ാം സ്ഥാനത്താണ്. MG ഉൾപ്പെടെ 5 ഇന്ത്യൻ സർവകലാശാലകളാണ് ഏഷ്യൻ റാങ്കിങ്ങിൽ ആദ്യ 150 ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള ഏക സർവകലാശാലയും MG ആണ്. അധ്യാപനം, ഗവേഷണം, വിജ്ഞാന കൈമാറ്റം, രാജ്യാന്തര വീക്ഷണം തുടങ്ങി 18 സൂചകങ്ങൾ വിലയിരുത്തിയാണ് റാങ്കിംഗ് നിർണ്ണയിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 739 സർവകലാശാലകളാണ് ഈ വർഷത്തെ റാങ്ക് പട്ടികയിലുള്ളത്. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ NAAC-ൻ്റെ 4ാം ഘട്ട റീ അക്രഡിറ്റേഷനിൽ A++ റേഡ് ലഭിച്ചതിന് പിന്നാലെ ഏഷ്യൻ റാങ്കിങ്ങിൽ രാജ്യത്ത് 3ാം സ്ഥാനം നേടാൻ കഴിഞ്ഞത് ഏറെ അഭിമാനകരമാണ്. പഠനം, ഗവേഷണം, സംരംഭകത്വ വികസനം, വിദേശ സർവകലാശാലകളും വ്യവസായ സ്ഥാപനങ്ങളുമായിട്ടുള്ള സഹകരണം തുടങ്ങിയ മേഖലകളിൽ കാലോചിതമായ മുന്നേറാൻ സർവകലാശാലയ്ക്ക് സാധിച്ചതൊക്കെയും ഈ മികവിന് പിന്തുണയേകി. ഗവേഷണത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തി ഈ കുതിപ്പിന് വഴി തുറന്ന സർവകലാശാല ക്യാമ്പസ് സമൂഹത്തെ കേരളത്തിനാകെ വേണ്ടി അഭിനന്ദിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുകയെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യത്തിലേക്ക് വീണ്ടും ഊർജവും കരുത്തും പിന്തുണയും ആവേശവും പകരുന്ന ഈ സുവർണശോഭയിൽ നിറഞ്ഞ അഭിമാനവും സന്തോഷവും എന്ന് പറഞ്ഞാണ് മന്ത്രിയുടെ പോസ്റ്റ് അവസാനിക്കുന്നത്. വ്യക്തമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മികവ്. ബ്രിട്ടനിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ പട്ടികയ്ക്കകത്താണ് ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ പട്ടികയ്ക്കകത്താണ് ഇപ്പോൾ ഇന്ത്യയിൽ 3ാം സ്ഥാനം മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല NAAC-ൻ്റെ AA+ റേറ്റിംഗ് വീണ്ടും സർവകലാശാലയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പോൾ എടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം ആകെ തകർന്നിരിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ഒരു വ്യക്തി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഗവർണറാണ്. നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ മാറ്റി അതിന് പകരം സംഘപരിവാറിന് വേണ്ടപ്പെട്ടവരെ നിയമിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടി കൂടിയാണിത്. കാര്യം വെച്ചാൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന വ്യക്തമായ പിന്തുണയ്ക്കകത്താണ് ഈ സർവകലാശാലകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർവകലാശാലകളിൽ രാഷ്ട്രീയവൽക്കരണമാണെന്നും കമ്മ്യൂണിസ്റ്റ് വൽക്കരണമാണെന്നും ആരോപിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ നേട്ടം.
മാത്രമല്ല ഈ സംസ്ഥാനത്തെ ഈ ഇത്തരം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന BJPക്കാർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ നേട്ടം എടുത്തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും നമ്മുടെ സംസ്ഥാനം മുന്നേറുക തന്നെ ചെയ്യും. നമ്മുടെ സംസ്ഥാനത്തെ ഇകഴ്ത്താനും തളർത്താനും ശ്രമിച്ചാലും കേരളം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് MG യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ കിട്ടിയ ഈ അന്താരാഷ്ട്ര അംഗീകാരം.